ബീഹാറിൽ വീണ്ടും മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കിയിരിക്കുകയാണ് നിതീഷ് കുമാർ. 10ാം തവണയും മുഖ്യമന്ത്രിയാകുമ്പോൾ ബീഹാറിനും നിതീഷിനും ഇത് ചരിത്ര മുഹൂർത്തമാണ്. 20 വർഷക്കാലമായി രാഷ്ട്രീയ വിഹായസിൽ തിളങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് പല പാർട്ടികൾ, പല കൂട്ടുകക്ഷികൾ, പല രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിട്ടും നിതീഷിന്റെ തിളക്കം മങ്ങിയിട്ടില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബീഹാറിലെ വോട്ടർമാർ. കൂട്ടുകക്ഷി സമവാക്യങ്ങളിലൊക്കെ വമ്പൻ മാറ്റങ്ങൾ വന്നുപോയിട്ടും ബീഹാറിലെ മുഖ്യമന്ത്രി കസേര തനിക്കുള്ളതാണെന്ന് അടിവരയിടുന്നു അദ്ദേഹം. 10ാം തവണയും മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തിരിക്കുന്ന നിതീഷിന് വന്നു ചേർന്നിരിക്കുന്ന നേട്ടം ചരിത്ര സംഭവമാവുകയാണ്. 2005-ൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തിയതിനു ശേഷം നിതീഷിന് നേരിടേണ്ടി വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ ഏറെയാണ്. സ്വന്തം ലക്ഷ്യങ്ങൾക്ക് മുൻതൂക്കം നൽകി തന്ത്രപരമായ പ്ലാനിങ്ങിലൂടെ എല്ലാ പ്രതിബന്ധങ്ങളും നിസ്സാരമായി നീണ്ടു കയറുകയായിരുന്നു അദ്ദേഹം. 1985-ൽ ജനതാദൾ സ്ഥാനാർത്ഥിയായി നിയമസഭയിൽ പ്രവേശിച്ച നിതീഷ് ആദ്യകാലത്ത് ലാലു പ്രസാദ് യാദവുമായി ചേർന്നാണ് പ്രവർത്തിച്ചത്. പക്ഷേ 1994-ൽ ലാലുവിന്റെ നേതൃശൈലിയോട് യോജിക്കാനാവാതെ വന്നതോടെ ഒരു നിർണായക നീക്കത്തിലൂടെ ജനതാദൾ ജോർജ് എന്ന പാർട്ടിയുടെ രൂപീകരണത്തിനും തുടർന്ന് സമതാ പാർട്ടിയുടെ പിറവിക്കും കാരണക്കാരനായി. 1986-ൽ നിതീഷ് ആദ്യമായി BJPയുമായി കൈകോർത്തു. വാജ്പേയിയുടെ ക്യാബിനറ്റിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 2000-ൽ ആദ്യമായി മുഖ്യമന്ത്രി ആയെങ്കിലും സർക്കാരിന് ഒരാഴ്ചത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. 2005-ൽ ലാലുവിന്റെ 15 വർഷങ്ങളുടെ ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് നിതീഷ് അതിശക്തനായി തിരിച്ചു വന്നു. 9 വർഷം അദ്ദേഹം വ്യക്തമായ മേൽക്കോയ്മയോടെ ബീഹാറിനെ നയിച്ചു. എന്നാൽ 2013-ൽ നരേന്ദ്രമോദി BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നതോടെ നിതീഷ് അപ്രതീക്ഷിതമായി NDAയിൽ നിന്ന് പുറത്തു വന്നു. ഏവരും ഇതൊരു മന്നൻ തീരുമാനമാണെന്ന് അനുമാനിച്ചെങ്കിലും പിന്നീട് സ്വന്തം കസേര ഉറപ്പിക്കുന്നതിൽ വലിയ പങ്കു വഹിച്ച തീരുമാനമായി മാറിയത്. 2015-ൽ ലാലു പ്രസാദ് യാദവുമായി വീണ്ടും ചങ്ങാത്തത്തിലാവുകയും രാജ്യം ചർച്ച ചെയ്ത പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായി കൈകോർത്ത് മുന്നോട്ട് നീങ്ങി. എന്നാൽ ആ തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ മാറ്റുകയും പിന്നീട് BJP നയിക്കുന്ന NDAയിലേക്ക് മടങ്ങുകയും ചെയ്യുകയായിരുന്നു. ഈ തീരുമാനം നിതീഷിനെ വലിയ വിമർശനങ്ങൾക്ക് പാത്രമാക്കിയെങ്കിലും തന്റെ തീരുമാനം മാറ്റാതെ നിതീഷ് അചഞ്ചലനായി നിന്നു. തൽക്കാല നീക്കം എന്നതിലുപരി ഭാവിയിലേക്കുള്ള നിർണായകമായ വഴിമരുന്നിടുകയായിരുന്നു നിതീഷ് തന്റെ ഓരോ നീക്കത്തിലൂടെയും. 2022 ആയപ്പോഴേക്കും JDUവിനെ പിളർക്കാൻ BJP ശ്രമിക്കുന്നു എന്നാരോപിച്ച് വീണ്ടും NDAയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രതിപക്ഷ ഐക്യം വീണ്ടും നിതീഷിനെ മാറോടണച്ച് സ്വീകരിക്കുകയും ചെയ്തു. ആ കൂടിച്ചേരലിനും അധികം ആയുസ്സുണ്ടായില്ല. വെറും 2 വർഷം കൊണ്ട് നിതീഷ് തീരുമാനം തിരുത്തി 2024-ൽ NDAയിലേക്ക് തന്നെ ചേക്കേറുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോഴിതാ നിതീഷിന്റെ നേതൃത്വത്തിൽ NDA ബീഹാറിൽ കൊയ്ത വിജയം ആഘോഷിക്കപ്പെടുകയാണ്. രാഷ്ട്രീയത്തിൽ സ്ഥായിയായ കൂട്ടുകെട്ടുകൾ ഇല്ല എന്നതിനെ അടിവരയിട്ടുകൊണ്ട് ഇത്ര ദൂരം വന്ന നിതീഷ് 10ാം തവണയും മുഖ്യമന്ത്രിയാകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പഠന വിധേയമാക്കാവുന്ന ഒട്ടനവധി സംഭവങ്ങളുടെ കൂടി കഥയാവുകയാണ്. കൂട്ടുകക്ഷികൾ തകരുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുമ്പോഴും സ്ഥായിയായി ഒന്നേയുള്ളൂ. അത് തന്റെ നിശ്ചയദാർഢ്യവും അധികാരത്തിൽ തുടരാനുള്ള അദമ്യമായ അഭിവാഞ്ചയുമാണെന്ന് നിതീഷ് വീണ്ടും തെളിയിക്കുന്നു. അധികാരവും മുഖ്യമന്ത്രി കസേരയുമില്ലാതെ നിതീഷിന് സ്വന്തം രാഷ്ട്രീയ പ്രവർത്തനം സങ്കല്പിക്കാൻ പോലും ആവില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാവുകയാണ് ഈ 10ാം തവണത്തെ അധികാരമേറൽ. തന്റെ പാർട്ടിയുടെ തേരോട്ടം ഇത്തവണ നിതീഷിനെ കൂടുതൽ ശക്തനാക്കുന്നുമുണ്ട്. തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ NDAക്ക് നേതൃത്വം കൊടുക്കുന്ന BJP പോലും തയ്യാറാവേണ്ടി വരും എന്ന് പോലും അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് ശക്തി പ്രാപിച്ചിരിക്കുന്നു നിതീഷ്. യൂട്ടേൺ ബാബു എന്നും കുർസി കുമാർ എന്നുമൊക്കെ ആളുകൾ കളിയാക്കി വിളിച്ചാലും നിതീഷ് അതൊക്കെ അലങ്കാരമാക്കി ആഘോഷത്തോടെ മുന്നോട്ട് പോകും. 10ാം തവണ മുഖ്യമന്ത്രി കസാരയിൽ ഞെളിഞ്ഞിരുന്ന് ബീഹാർ ഭരിക്കുമ്പോഴും നിതീഷ് ചിലപ്പോൾ കൂടുതൽ രാഷ്ട്രീയ ഞെട്ടലുകൾക്ക് പദ്ധതിയിട്ട് തയ്യാറെടുക്കുകയാവാം.